ഹായ് ഫ്രണ്ട്സ്, ജാക്സിൻ്റെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ചെറിയൊരു അപ്ഡേഷൻ വേറെ ഒന്നുമല്ല. നമ്മളെ കുറച്ച് പ്രാവ് നമ്മൾ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ കുറച്ച് പ്രാവിനോട് സെറ്റ് ചെയ്യാൻ പോകണം. ഏകദേശം ഒരു 7-8 ജോഡി നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ കഴിഞ്ഞ സെറ്റ് ചെയ്തതിൽ 2-3 പ്രാവും കൂടെ വീണ്ടും സെറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് അതിൻ്റെ ലൈനേജ് കിട്ടിയില്ല. അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച് അങ്ങനെ നമുക്കത് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 കുഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് വന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ മെയിൽ പ്രാവുകളെയൊക്കെ തുറന്നു വിടണം കേട്ടോ. രണ്ടാമത് നമ്മൾ ഫീമെയിലിനെ തുറന്നെടുത്തുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മളെ മെയിൽ പ്രാവുകളെല്ലാം നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസിനെ ഈ മെയിലിനെ കേട്ടിട്ടാണ് നമ്മൾ ഫീമെയിൽസിനെ തുറക്കണത്. അല്ലെങ്കിൽ ഇവരെ ഒന്നും നിൽക്കാൻ സമ്മതിക്കില്ല. പ്രാവ് നല്ല മസ്തിലാണ്. ഇവരെ കയറ്റിയിട്ട് ഫീമെയിലിനെ ഇറക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മളെ ജോഡിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മളിതാ മെയിലിനെയൊക്കെ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ജോഡി ഇടമുള്ള പ്രാവിനെ നമ്മൾ ഈ ബ്രീഡിംഗ് കൂടിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫീമെയിൽസിനെ ഇറക്കാം. ഫീമെയിൽസിനെ ഇറക്കിയിട്ട് ഒരുമിച്ച് ജോഡി ഇടുമ്പോഴേ ഏത് ജോഡിയാണ് ക്ലിയറായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കുഞ്ഞുങ്ങളെയും നമ്മൾ വെട്ടി വെച്ച കുഞ്ഞുങ്ങളെയും ഫീമെയിൽസിനെ നമുക്ക് തുറന്നു വിടാം. അപ്പോൾ നമ്മളെ ഫീമെയിൽസിനെല്ലാം നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസ് മാത്രമല്ല, നമ്മൾ വെട്ടിയിട്ട കുഞ്ഞുങ്ങളും എല്ലാവരും നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ്. എല്ലാവരും മെയിൽസകത്ത് കിടപ്പുണ്ട്. ഫീമെയിൽ അപ്പോൾ നമ്മളെ ഇറക്കിയ മെയിൽസിനെയും ഫീമെയിൽസിനെയും കുഞ്ഞുങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 12 ഒരു 11 ജോഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ ജോഡിയുമുണ്ട്, നേരത്തെ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞ് വിരിങ്ങി ചത്തുപോയ ജോഡിയുണ്ട്. ആ ഒരു സെറ്റുകൊണ്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് പ്രാവുകളുണ്ട്. അപ്പം ഓരോ പ്രാവിനായിട്ട് പരിചയപ്പെടാം. നമ്മൾ ഫസ്റ്റ് ജോഡി എന്ന് പറയുന്നത് നമ്മൾ പഴയ സെറ്റ് ചെയ്യാനാണ്. കൊണ്ടയിലാണ്, ജാക്കുള്ള ഫീമെയിലുമാണ്. കഴിഞ്ഞ വർഷം കൊണ്ടയിൽ ജോഡി കുഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ച് ഇട്ടയാണ്, കിട്ടിയില്ല. ഈ പ്രാവശ്യം ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം, അവസാനമായിട്ട് ഒന്നും കൂടെ നോക്കാം കൊണ്ടയിൽ കിട്ടുമല്ലോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ജോഡി ഒന്ന് കാണിച്ചു ഫ്രണ്ട്സ്. അപ്പം എന്താ നമ്മുടെ കൊണ്ടയിലാണ്, ജാക്കറൊക്കെയുള്ള ഫീമെയിലാണ്. പാലക്കാട് മെയിലും കോയമ്പത്തൂർ ഫീമെയിലും. രണ്ടാമത്തെ ജോഡി വന്നിട്ട് നമ്മുടെ മഷിപ്പുള്ളി മെയിലാണ്. മഷിപ്പുള്ളി മെയിലും ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ കാശ്മീരി ചാമ്പയിലൊരു ഫീമെയിലാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഈ മെയിലിനെ ജാക്കോലി ഫീമെയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ഈ മെയിൽ വഴി കുഞ്ഞ് ഇതേ കളറിൽ കിട്ടിയിട്ടില്ല മഷിപ്പുള്ളിയിൽ. അപ്പം ചാമ്പ വഴിയിട്ട് കുഞ്ഞെടുത്ത് നോക്കാം. മൂന്നാമത്തെ ജോഡി വന്നിട്ട് നമ്മുടെ ഷായിലി ജോഡി തന്നെയാണ്. ഷായിലി മെയിലും ഇറക്കമുള്ള ഫീമെയിലുമാണ്. ഇതിൻ്റെ 2 കുഞ്ഞ് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈനേജ് നമ്മളെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും കൂടെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം അടുത്ത ജോഡിയെ കാണിച്ചു തരാം. നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത് ജാക്കടത്തിരിവെള്ള മെയിലും നമ്മളെ ജാക്ക് ഷായിലി ഫീമെയിലുമാണ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു. കഴിഞ്ഞ വട്ടം കുഞ്ഞ് ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവരൊന്നും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൽ, ഫീമെയിൽ അതാണ്. അപ്പോൾ അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത ജോഡി ഇത് നമ്മളൊരു പുതിയ ജോഡിയാണ്. നമ്മളെ വെള്ളക്കലങ്കയിൽ മെയിലും ചാമ്പയിൽ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയും ഫീമെയിലുമാണ്. ഇവരെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ജോഡി ചേർക്കുന്നത് കേട്ടോ. ഇതാണ് മെയില്, അതാണ് ഫീമെയില്. അപ്പോൾ അടുത്ത ജോഡിയെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ജോഡി വന്നിട്ട്. ഇതും അതേപോലെ തന്നെയാണ്, ചാമ്പയിൽ ഫീമെയിലും വെള്ളയിൽ മെയിലുമാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ജോഡി കേട്ടോ. വെള്ളക്കലങ്കയിൽ മെയിലും ചാമ്പയിൽ ഫീമെയിൽ. അത് ഈ ഫീമെയിൽ വന്നിട്ട് ഇതിൻ്റെ ഡയറക്റ്റ് കുഞ്ഞാണ്. ഈ ഫീമെയിലിൻ്റെ ഡയറക്റ്റ് കുഞ്ഞാണ് ഈ ഫീമെയിൽ വന്നിട്ട്. മെയിൽ വന്നിട്ട് പാലക്കാട് ലൈനാണ്. ഇത് വന്നിട്ട് കോയമ്പത്തൂർ ലൈൻ മെയിലാണ്, വെള്ളക്കലങ്കയിൽ. അപ്പോൾ അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത ജോഡി വന്നിട്ട് നമ്മുടെ പഴയ വഴി വെള്ള സെറ്റ് ജോഡി തന്നെയാണ്. കഴിഞ്ഞ വട്ടം മുട്ട ഇട്ടായിരുന്നു, പക്ഷെ മുട്ട കട്ടിയില്ലായിരുന്നു, കാൽസ്യത്തിന് കുറവുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവരെ വീണ്ടും ജോഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വലിയ മെയിൽ, മുക്കുപറ്റി മെയിൽ
നമ്മുടെ പഴയ ഫീമെയിൽ കലങ്കയിലാണ്. അപ്പം ഇവരെ ജോഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞെടുക്കണം. ഇവരുടെ ഒരു കുഞ്ഞ് നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത ജോഡി നമ്മൾ നേരത്തെ ഇട്ട ഒരു ജോഡി തന്നെ ആയിരുന്നു. 2 കുഞ്ഞിരിപ്പുണ്ടോ. ജാക്കറൊക്കെയുള്ള മെയിലും ജാക്ക് തലയുള്ള ഫീമെയിലുമാണ്. അവർക്ക് ജാക്കറൊക്കെയുള്ള 2 അടിപൊളി കുഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മൾ അടുത്ത സെറ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു. നമ്മൾ ആ പഴയ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ കണ്ട മനസ്സിലാവും. ഇതിൻ്റെ ഇട്ടപ്പോഴ് ഫീമെയിലിൻ്റെ കാല് തളർന്നുപോയി. അതുകൊണ്ട് നമ്മൾ മാറ്റി പകരം ഇവിടെ ഒരു നമ്മൾ തിരുച്ചിയിലാണ് ജോഡിയാണ് ഇട്ടത്. ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാക്കിപ്പുള്ളിയിൽ ചോരക്കണ്ണിൽ മെയിലും ജാക്കിപ്പുള്ളിയിൽ കലങ്കക്കണ്ണിൽ ഫീമെയിലുമാണ്. നല്ലൊരു കിടുക്കാച്ചൊരു ജോഡിയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അടുത്ത ജോഡി കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ജോഡി വന്നിട്ട് നമ്മൾ ജാക്ക് ധാര എന്നൊക്കെ പറയാം. അതിലൊരു മെയിലുമാണ്. ഇതാണ് മെയില്. ഫീമെയിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ സെറ്റിൽ നമ്മൾ ആ മഷിപ്പുള്ളി മെയിലിനിട്ട ഫീമെയിലാണ്. ഇതിന് മുമ്പ് നമ്മൾ ഈ മെയിലാണ് ജോഡി ഇട്ടിരുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം 10 മണിക്കൂറോളം പറന്ന്. അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങൾ നമുക്ക് കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജോഡി സെറ്റ് ചെയ്യാണ്. ലിക്വിഡിലൊരു മെയിലാണ്. ഒരു ഗോൾഡൻ കണ്ണിലാണ് മെയിൽ വന്നിട്ടുള്ളത്. ഫീമെയിൽ വന്നിട്ട് ജാക്കോയിലെ കലങ്ങ കണ്ണിലാണ്. അപ്പോൾ അടുത്ത ജോഡി കാണിച്ചു തരാം. അടുത്ത ജോഡി ഇത് നമ്മളൊരു പുതിയ സെറ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ ജോഡി സെറ്റ് ചെയ്താണ് ഇങ്ങനെ. ഈ ഫീമെയിൽ വന്നിട്ട് നമ്മൾ തിരുച്ചിയിലാണ് ഫീമെയിലാണ്. ആ മെയിൽ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പുതിയ മെയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമ്മൾ പഴയ മെയിലാണ്. നമ്മൾ ഓൺ റിങ് നമ്മൾ സെറ്റ് ചെയ്ത ഒരു വലിയ പ്രാവിൻ്റെ ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇവരാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫീമെയിൽ സജ്ജ, മെയിൽ കയറ. അല്ല കിട്ടില്ല ഒരു ജോഡിയാണ്. അപ്പം അടുത്ത ജോഡി നമ്മൾ കാണിച്ചു തരാം. അടുത്ത ജോഡി വന്നിട്ട് നമ്മുടെ പഴയ സബ്ജ ജോഡി തന്നെയാണ് ഈ പ്രശ്നം സെറ്റ് ചെയ്തത്. നമുക്ക് സബ്ജയിൽ മെയിൽ ഈ ഒരൊറ്റ മെയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സബ്ജയിലൊരു മെയിൽ സബ്ജ വഴി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴീ ജോഡി ഇട്ടത്. കഴിഞ്ഞ വട്ടം ജോഡി ഇട്ടപ്പോൾ ചാമ്പയിലാണ് കുഞ്ഞടിച്ചത്. 2 കുഞ്ഞും കൊണ്ടയിലൊരു മൂത്ത കുഞ്ഞും ഇളയത് ചാമ്പയിലും 2 ചാമ്പയിലാണ്. ഈ പ്രാവശ്യം ജോഡി ഇട്ട് നോക്കാം. നമുക്ക് സബ്ജയിൽ ആവശ്യമുണ്ട്. സബ്ജയിൽ ഈ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ലൈനേജ് കീപ്പ് ചെയ്യാൻ വേറെ മെയിലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം വീണ്ടും അവരെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ റാവലി ഒരു മുട്ട മാറ്റി കഴിഞ്ഞ സീസണിൽ നമ്മളൊരു വലിയ പ്രാവിൻ്റെ മുട്ട മാറ്റി വെച്ച് കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മുമ്പിലത്തെ സീസണിൽ മാറ്റി വെച്ച പ്രാവുകളുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചൊരു കുഞ്ഞാണ് കേട്ടോ. നമ്മൾ ജാക്കിൻ്റെ 2 ജാക്കിൻ്റെയും കുഞ്ഞുങ്ങളാണ്. കിടലും കുഞ്ഞാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരുച്ചിയിലെ ലൈനേജിൻ്റെ ഒരു കുഞ്ഞ് ചാമ്പയിൽ ജാക്കപ്പുള്ള ഒരു കണക കുഞ്ഞാണ്. ഇത് നമ്മൾ പറത്തണ 2 പ്രാവുകളാണ് കേട്ടോ. ഇവർ 2 നമ്മളിവിടെ പറത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രാവുമില്ല. ഈ പ്രാവശ്യം ഈ ഒരു കൂട്ടിൽ മാത്രം നമ്മൾ ജോഡി ഇട്ടുള്ളൂ. കൂടുതലൊന്നും ഇട്ടില്ല. ഇത് നമ്മൾ ശൂന്യം ഒന്നുമില്ല. നമ്മളിത് ജോഡിയെല്ലാം പിരുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ കൂട്ടിൽ ജോഡി ഇട്ടില്ല. ഈ കൂട്ടിലാണ് ജോഡി ഇട്ടത് കേട്ടോ. പിന്നെ ബാക്കി പ്രാവുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. മെയിലും ഫീമെയിൽസും കിടപ്പുണ്ട്. പിന്നെ നമ്മൾ മാറ്റിയിട്ട കുഞ്ഞുങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. പ്രാവശ്യം മാറ്റിയ കുഞ്ഞുങ്ങളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജോഡി സെറ്റ് ചെയ്ത പ്രാവുകളെന്ന് പറയുന്നത്. 11 ജോഡികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാവുകൾ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ വന്നിട്ട് നമ്മൾ ആ വെട്ടിവെച്ച കുഞ്ഞുങ്ങൾ അത് നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടി വെട്ടിവെച്ചാണ്. അല്ലാതെ പറത്താനും 2-3 പ്രാവ് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പം ജോഡി ഇട്ടതിൽ നമ്മൾ പറത്താൻ 2 കുഞ്ഞ് മാറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളിനി ഈ ജോഡി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസണിൽ നമ്മളിനി ജോഡി എടുത്തുള്ളൂ പകരം. കാരണം ഈ ക്ലൈമറ്റ് ഇപ്പോൾ ശരിയല്ല, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ജോഡി ഇട്ടയുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു നോക്കാം എങ്ങനെയെന്നൊക്കെ. മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം അമ്മാതിരി ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. അതുവരെ